സമസ്തയുടെയും പോഷക ഘടകങ്ങളുടെയും പ്രിയപ്പെട്ട പ്രവർത്തകരെ, കേരളത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക വിദ്യാർത്ഥി പ്രസ്ഥാനമായ സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ അതിൻ്റെ ഐതിഹാസികമായ സിൽവർ ജൂബിലിയുടെ സമാപന സംഗമത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ആത്മീയ സെഷനിലാണ് നാം സംഗമിച്ചിട്ടുള്ളത്. SKSSF എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന അതിൻ്റെ 25ാം വാർഷികം ആഘോഷിക്കുമ്പോൾ നമ്മുടെ കേരളക്കരയിൽ 30ഉം 40ഉം വർഷങ്ങളായി പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ഒരുപാട് പദ്ധതികളുമായി ഈ മഹത്തായ പ്രസ്ഥാനം ജനങ്ങളുടെ അംഗീകാരം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തന പദ്ധതികളുമായി മുന്നേറുന്ന ഈ സംഘശക്തി സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന തിന്മകൾക്കെതിരെയും വളരെ ശക്തമായി അതിൻ്റെ പ്രവർത്തനം മുന്നേറുകയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ജീർണതക്കെതിരെ ജിഹാദ് എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമൂഹത്തിൽ നടക്കുന്ന തിന്മകൾക്കെതിരെ ഈ സഖ്യശക്തി പോരാടുകയുണ്ടായി. അതുപോലെ തന്നെ ആത്മീയ മേഖലകളിൽ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കെതിരെ ജിഹാദ് എന്ന പ്രമേയവുമായി കൊണ്ട് ഈ സംഘശക്തി അതിൻ്റെ ദൗത്യവും നിർവഹിക്കുകയുണ്ടായി. സുദീർഘമായ ഒരാമുഖ പ്രസംഗത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഈ ആത്മീയ സംഗമത്തിൽ പ്രാർത്ഥന കൊണ്ട് നമ്മെ ധന്യമാക്കിയ ബഹുമാനപ്പെട്ട ഇമ്പിച്ചി കോയ തങ്ങൾ പാലക്കാട് ഉസ്താദ് അവറുകളെ ഈ മഹത്തായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈലി, GM സലാഹുദ്ദീൻ ഫൈലി തുടങ്ങിയവരെ ചെയറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മജ്ലിസുന്നൂർ എന്ന് പറയുന്ന ഈ മഹത്തായ സംഗമത്തിൻ്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന കോഴിക്കോട് കാളി ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് കോയ ജമലൈലി തങ്ങളവർകളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തസവുഫ് പ്രായോഗിക ജീവിതത്തിൽ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് പ്രഭാഷണം നടത്തുന്ന ഉസ്താദ് താഖ അഹമ്മദ് മൗലവി ഉസ്താദ് അവർകളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നസീഹത്തിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖുന അത്തിപ്പറ്റ മൊയ്തീൻ കുട്ടി മുസ്ലിയാർ അവർകളെയും ഈ മഹത്തായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദ്വാ മജ്ലിസിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട വാവാട് കുഞ്ഞുക്കായ മുസ്ലിയാർ അവർകളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വേദി ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന സയ്യിദ് അസ്ലം മഷൂർ തങ്ങൾ, ചേലക്കാട് മുഹമ്മദ് മുസ്ലിയാർ, കുട്ടി മുസ്ലിയാർ, ചെറുവാളൂർ ഹൈദുറസ്, CT യൂസുഫ് മുസ്ലിയാർ, ഹൈദർ ഫൈസി പനങ്ങാങ്കര, ഖാലിദ് മുസ്ലിയാർ നെല്ലിക്കുഴി, TT കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ, സയ്യിദ് ഷഹീർ ശിഹാബ് തങ്ങൾ, സയ്യിദ് ഷഫീഖ് ശിഹാബ് തങ്ങൾ, സയ്യിദ് റഷീദ് ശിഹാബ് തങ്ങൾ, സയ്യിദ് ഫഖറുദ്ദീൻ ശിഹാബ് തങ്ങൾ, സയ്യിദ് ഹാഷിർ ശിഹാബ് തങ്ങൾ, സയ്യിദ് ഹാരിസ് ശിഹാബ് തങ്ങൾ, സയ്യിദ് ഫൈനാസ് ശിഹാബ് തങ്ങൾ, സയ്യിദ് നിയാസ് ശിഹാബ് തങ്ങൾ, ഹംസബിൻ ജമാൽ റംലി, ഹൈബി ഉസ്മാൻ ഫൈലി ആലപ്പുഴ, RV സിദ്ദീഖ് മുസ്ലിയാർ, മൻസൂർ ഹാജി മുടിക്കൽ, ഇബ്രാഹിം ഫൈസി തിരൂർക്കാട്, ഹസൻ സക്കാഫി പൂക്കോട്ടൂർ, സലാഹുദ്ദീൻ ഫൈലി വെന്നിയൂർ, ഇവരെയും ഈ മഹത്തായ സംഗമത്തിന് നന്ദി അറിയിക്കുന്ന OMS തങ്ങൾ അവർകളെയും
ഈ മഹത്തായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ സഹോദരന്മാരെയും ഈ മഹത്തായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കോഴിക്കോട് ഖാലിയും മജ്ലിസ് നൂർ സംസ്ഥാന അമീറുമായ സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലൈലി ഈ അനുഗ്രഹീത സംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. ആദരപുരസ്സരം അധ്യക്ഷന് വേണ്ടി ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله الفائزين أما بعد. بسم الله الرحمن الرحيم. ألم أعهد إليكم يا بني آدم لا تعبدوا الشيطان إنه لكم عدو مبين. صدق الله مولانا الكريم. വേദിയിലുള്ള സാദാത്യങ്ങൾ, പണ്ഡിത ശ്രേഷ്ഠർ, ഇവിടെ സന്നിധരായിട്ടുള്ള പ്രിയ സഹോദരങ്ങളെ, സർവശക്തി നമ്മുടെ ഈ മജ്ലിസ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. കേരളത്തിലും പുറത്തും ഇന്ത്യക്ക് പുറത്തുമായിക്കൊണ്ട് മഹത്തായ മജ്ലിസ് നൂറിൻ്റെ സദസ്സുകൾ നടന്നു വരികയാണ്. ഇന്ന് നമ്മുടെ സമ്മേളനത്തോടനുബന്ധിച്ച് ഈ ആത്മീയ സദസ്സിൽ മജ്ലിസ് നൂറിനെ തിരഞ്ഞെടുത്തത് തന്നെ അതിൻ്റെ മഹത്വവും അതിൻ്റെ അനുഗ്രഹവും കണക്കിലെടുത്തുകൊണ്ടാണ്. ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലായിടങ്ങളിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും കലാപങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ അതിനെ ഒരു പ്രതിവിധി എന്നോണം നമ്മുടെ ആത്മീയ ജ്യോതിസ് അഭിനന്ദരായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ, അല്ലാഹു അദ്ദേഹത്തെ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. മഹാനവറുകൾ ഈ സമൂഹത്തിന് അനുഗ്രഹിച്ചതാണ്, നൽകിയതാണ് മഹത്തായ മജ്ലിസ് നൂർ സദസ്സ്. ഇന്ന് ഏറെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അനാചാര ദുഷ്പ്രവർത്തനങ്ങൾ, അതിന് തടയിടാനും ഈ മഹത്തായ സദസ്സുകൊണ്ട് നമുക്ക് സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. നമുക്കറിയാം, ഇന്ന് ആധുനിക വിവര സാങ്കേതിക രംഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ മനസ്സുകളിൽ നിന്ന് നന്മകൾ ഊരിക്കൊണ്ടിരിക്കുമ്പോൾ നന്മകൾ നമ്മുടെ ശരീരത്തിൽ എത്തിപ്പെടാൻ, അത് കാരണമായി നമ്മുടെ പ്രവർത്തനങ്ങൾ നന്മയിലാക്കിയെടുക്കാൻ നാം ഏറെ നമ്മുടെ മനസ്സുകളെ സംസ്കരിച്ചെടുക്കേണ്ടതുണ്ട്. മുത്ത് ഷഫീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ്, അലാ ഇന്ന ഫിൽ ജസദി ലമുദ്അ ഇദാ സലഹത് സലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. ശരീരത്തിലൊരു മാംസഘട്ടമുണ്ട്. അത് നന്നായിട്ടുണ്ടെങ്കിൽ അവൻ്റെ ശരീരമാസകലം നന്നായി. അത് ചീത്തയായാൽ ശരീരമാസകലം ചീത്തയായി. അപ്പോൾ നമ്മുടെ അവയവങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്, അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മനസ്സാണ്. ആ മനസ്സ് നന്മയിലേക്ക് നമ്മെ നയിക്കുമെങ്കിൽ അത് കാരണമായി നമ്മുടെ അവയവങ്ങൾ അതിനെ സത്യമാക്കുന്നു. അപ്പോൾ മനസ്സിനെ സംസ്കരിച്ചെടുക്കാൻ ഇന്ന് വഴി ഇതുപോലുള്ള ആത്മീയ സദസ്സുകളാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ ശരീരമാസകലം നന്നാകുകയുള്ളൂ. ആ മനസ്സ് ചീത്തയായി കഴിഞ്ഞാൽ അവൻ്റെ ശരീരമാസകലം ചീത്തയായി. നാം നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ അനുഭവങ്ങൾ നമ്മുടെ മനസ്സിനെയൊക്കെ നന്നാക്കിയെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ മരണപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ ആഘോഷത്തോട് സന്തോഷത്തോടുകൂടി യാത്ര തൊട്ട് മുമ്പ് വരേക്കും അവരുടെ ഒരു നിമിഷം കൊണ്ട് 3 നിശ്ചലമായ ശരീരത്തെയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്.
ഇവിടെ ഗൗരവമായി മനസ്സിലാക്കേണ്ടത്, നാം ഒരു പ്രവൃത്തിയിലൂടെയാണ് നമ്മുടെ ചലനമെങ്കിൽ നമ്മുടെ മരണം ഏത് സന്ദർഭത്തിലാണ് നമ്മൾ പിടികൂടുക എന്നുള്ളത് ഒരാൾക്കും തന്നെ നിശ്ചയിക്കാൻ സാധ്യമല്ല. ആ സമയം എന്നുള്ളത് ഇതുപോലുള്ള ദുർനടപടിയിലൂടെയാണ് നമ്മുടെ മരണം നമ്മെ വിളിച്ചു കൊണ്ടുപോകുന്നതെങ്കിൽ നമ്മുടെ അവസാനം മോശമാവാൻ മറ്റൊന്നും. അതുകൊണ്ട് നാം ഭയപ്പെടേണ്ടതും പേടിക്കേണ്ടതും നമ്മുടെ അവസാന സമയം കാണാൻ സാധിച്ചു. വളരെയേറെ നന്നാക്കിയെടുക്കാൻ ശ്രമിക്കേണ്ടതിന് അത് നാം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയായിരിക്കും നമ്മുടെ അവസാന നിമിഷം വരേക്കും നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുക. നന്മയിലൂടെ സഞ്ചരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാ സമയങ്ങളും നന്മയായിക്കൊണ്ടിരുന്നാൽ അവസാന സമയം അത് നന്മയായി മാറ്റിയെടുക്കാൻ സാധിക്കും. നമ്മുടെയൊക്കെ ചെറിയൊരു മരണമാണ് ഉറക്കമെന്നുള്ളത്. നാം ഉറക്കത്തിൽ തന്നെ പലതും പറയാറുണ്ട്. അവർ പകൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയായിരിക്കാം രാത്രികാലങ്ങളിൽ അവരുടെ ഉറക്കത്തിൽ അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്രകാരം ശാശ്വതമായ ഒരു മരണം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ആ സന്ദർഭത്തിലും നമുക്ക് നന്മയായിരിക്കണം ഉച്ചരിക്കേണ്ടതും, നന്മയായിരിക്കണം നമ്മുടെ ആ അവസാന നിമിഷം നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവൻ്റെ അവസാന വാക്യം കലിമത്ത് തൗഹീദെങ്കിൽ അവൻ സ്വർഗത്തിൽ കടന്നു എന്ന്, അവിടെ ഹബീബായ തങ്ങൾ ദഖലൽ ജന്ന, സ്വർഗത്തിൽ അവൻ പ്രവേശിച്ചു എന്നാണ് അവിടെ വിശ്വസിച്ചത്. അവസാന വാക്ക് കലിമത്ത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലൊക്കെ തന്നെ അത് പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. ഒരു ചരിത്രഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമല്ലോ, ഒരാൾ മരണപ്പെട്ടു, നന്മയുടെയും തിന്മയുടെയും മലായിക്കത്തുകൾ അദ്ദേഹത്തിൻ്റെ നന്മയുടെ മലായിക്കത്തുകൾ അദ്ദേഹത്തെ പരിശോധിച്ചു. അവൻ്റെ ശരീരത്തിലൊന്നും തന്നെ നന്മ ഒന്നും കാണാൻ സാധ്യമല്ല, ഒരു നന്മയും അദ്ദേഹത്തിനില്ല. അവസാനം അദ്ദേഹത്തിൻ്റെ വാ പിളർന്നു നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ നാവ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊണ്ടായിരുന്നു അദ്ദേഹം മരണപ്പെട്ടത് എന്നും അത് കാരണമായിട്ട് അദ്ദേഹം സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു എന്നും കടന്നു എന്നും ഒരു ചരിത്രഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ നമ്മുടെ അവസാന നിമിഷം, അവസാന വാക്ക് അത് കലിമത്ത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് നാം പ്രാവർത്തികമായിക്കൊണ്ടേയിരിക്കണം. ഇന്ന് നമ്മുടെ ആധുനിക വിവരസാങ്കേതിക ഏത് നിമിഷവും നമ്മുടെ കൈപ്പിടങ്ങളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് പല ചിത്രങ്ങളുമാണ്. പലപ്പോഴും പലരുടെ മരണത്തിന് കാരണമാവുന്നതും അത് തന്നെയാണ്. അശ്രദ്ധമായ ഉപയോഗം കൊണ്ട് മരണത്തിലേക്ക് നയിക്കാറുണ്ട്. ഒരുപക്ഷെ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രമോ എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതോ ഒരു തിന്മയായിരുന്നുവെങ്കിൽ ആ അവസാന നിമിഷം ആ തിന്മയിലൂടെ അവൻ്റെ ജീവിതം അവസാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ ഗൗരവമായി മനസ്സിലാക്കണം, നമ്മുടെ ഓരോ നിമിഷവും നന്മയിലൂടെ ആയിരിക്കണം എന്നുള്ളതും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള ജീവിതമായിരിക്കണം. ഇതുപോലുള്ള സദസ്സുകൾ അതിന് സാധ്യമാകും. സദസ്സുകളിലൊക്കെ നാം പങ്കെടുക്കുമ്പോൾ നമ്മുടെ ഓരോ സന്ദർഭങ്ങൾ, ഇപ്പോൾ മജ്‌ലിസ് നൂറിൻ്റെ സദസ്സ് എന്ന് പറയുമ്പോൾ മഹാത്മാക്കളായിരിക്കുന്ന ബദരീങ്ങളുടെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് അവരെ നാമം ഉച്ചരിച്ചുകൊണ്ട് ദുആ ചെയ്യുന്ന മജ്‌ലിസാണ്. പലപ്പോഴും നാം ആ മജ്‌ലിസിൽ തന്നെ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്തും അവൻ്റെ നാവുകളിൽ ആ മഹാത്മാക്കളുടെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ടിരിക്കും. മഹാത്മാക്കളുടെ നാമങ്ങൾ പറയുക എന്നുള്ളതും അതും ഒരു ഭാഗത്ത് തന്നെയാണ്, ആ നന്മയുടെ കൂട്ടത്തിൽ രേഖപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ വിലപ്പെട്ട നമ്മുടെ സമയങ്ങൾ, ഏത് നിമിഷവും നാം മരണം നമ്മളിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നാം ഭയപ്പാടോട് കാണേണ്ടത് നമ്മുടെ അന്ത്യനിമിഷം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. നമ്മുടെ മരണം അല്ലാഹു ഹബീബായ തങ്ങൾ പറഞ്ഞത് അൽ മൗതു അദ്നാ മിൻ ശിറാക്കിൻ അയ്ൻ, അവൻ്റെ ചെരുപ്പൻ എങ്ങനെയാണോ അവൻ്റെ കാൽപാദത്തിനോട് അതിൻ്റെ ചെരുപ്പിൻ്റെ ബാർ അടുത്തുകൊണ്ടിരിക്കുന്നത് അതിനേക്കാൾ അടുത്തുകൊണ്ടാണ് നമ്മുടെ മരണമുള്ളത്. ഓരോ നിമിഷ നേരങ്ങളെ കൊണ്ട് മരിച്ചു വീഴുന്ന ഒരവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ സൈലൻ്റ് അറ്റാക്കുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം ഭയപ്പെട്ടുകൊണ്ടിരിക്കേണ്ടത് നമ്മുടെ നിമിഷം എന്ന് അവസാനിക്കും എന്നുള്ളതാണ്. ആ അവസാനിക്കുന്ന സമയം നന്മയിലൂടെ ആയിരിക്കണം, അള്ളാഹുവിൻ്റെ മാർഗത്തിലായി മാറണം. നമ്മളെ വിശ്വാസത്തിന് വ്യതിചലിപ്പിക്കാൻ പിശാചിൻ്റെ ഭാഗത്ത് നിന്ന് ശ്രമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഏത് നിമിഷവും നമ്മുടെ ഈ നന്മകൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ദീനീ പ്രവർത്തനവും മജ്‌ലിസുകളും നല്ലവരുമായുള്ള ഇടപെടലുകളും അതൊക്കെ തന്നെ നമ്മുടെ അവസാനം നിമിഷം നന്നായി എടുക്കാൻ നമുക്ക് സാധിക്കും. അതിനും സാധിക്കണം. സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ആഫിയത്തും കരുത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നന്മയോട് ജീവിച്ച് നന്മയോടെ മരിക്കുന്ന മുത്തഖീങ്ങളിൽ നാം ഇവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.
അവസാനം കലിമത്ത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരിക്കുന്ന സജ്ജനങ്ങളിൽ നാം ഇവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ കാസർഗോഡ് മുൻ SKSF-ൻ്റെ ഒരു സാരഥി, അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെട്ടു എന്ന് വിവരം കിട്ടി. സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനത്തിൽ ഈ ആത്മീയ സദസ്സിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചറിയിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈലി നമ്മെ അഭിസംബോധന ചെയ്യുന്നു. ആദരപുരസ്സരം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അവറുകളെ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള ബഹുമാനപ്പെട്ട എൻ്റെ ഗുരുശ്രേഷ്ഠർ അടക്കമുള്ള ഷെയ്ഖുന CT യൂസുഫ് ഉസ്താദ് അടക്കമുള്ള പണ്ഡിത പ്രതിഭകളായ മഹാന്മാരായ ഉലമാക്കളെ, സഹോദരങ്ങളെ, അസിഫത്തിൽ ആസിഫ, ഖിയാമത്ത് നാൾ അടുത്തിരിക്കുന്നു. ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫ. ഖിയാമത്ത് നാൾ എന്താണെന്ന് അല്ലാഹുവിനല്ലാതെ അറിയുകയില്ല. അഫമിൻ ഹാദൽ ഹദീസ് തഅജബൂൻ. നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ വാക്കിനെ പരിഹസിക്കുകയാണോ, അത്ഭുതകരമായി കാണുകയാണോ? വതദ്ഹഖൂൻ, നിങ്ങൾ ചിരിക്കുകയും ചെയ്യുന്നു. വലാ തബ്കൂൻ, നിങ്ങൾ കരയുന്നില്ല. വഅൻതും സാമിദൂൻ, നിങ്ങൾ വിനോദങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്ജുദൂ ലില്ലാ, നിങ്ങൾ അല്ലാഹുവിന് സുജൂദ് ചെയ്യുവീൻ. വഅബ്ദു, അല്ലാഹുവിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യുവീൻ. സൂറത്തുൻ നജ്മ് അല്ലാഹു അവസാനിപ്പിച്ചത് ഈ ആയത്തുകളെ കൊണ്ടാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം മുറുകെ പിടിക്കണം, അവഗണിക്കരുത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞു. മൻ യഅഖുദു അന്നി ഹൗലാഇൽ കലിമാത്ത്, എന്നിൽ നിന്നും ഈ കൽപ്പനകൾ ആരാണ് സ്വീകരിക്കുക? ഫയഅമല ബിഹിന്ന, ആ കൽപ്പനകൾ അനുസരിച്ച് ആരാണ് പ്രവർത്തിക്കുക? ഔ യുഅല്ലിമ മൻ യഅമലു ബിഹിന്ന, അത് പ്രവർത്തിക്കുന്നവർക്ക് ആരാണ് അറിയിച്ചു കൊടുക്കുക? സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റു, നബിയെ, ഞാൻ സ്വീകരിക്കാം, ഞാനത് പഠിക്കാം, ഞാനത് പഠിപ്പിക്കുകയും ചെയ്യാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ കൈ പിടിച്ചു. ഫഅദ്ദ ഖംസ, 5 കാര്യങ്ങളെ എണ്ണിക്കൊടുത്തു. ഈ ഹദീസാണ് നിങ്ങളെ ഞാൻ കേൾപ്പിക്കുന്നത്. അത് പഠിക്കുകയും അത് പ്രവർത്തിക്കുകയും പ്രബോധനം ചെയ്യുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. ഇത്തഖിൽ മഹാരിമ, 1, ഹറാമിനെ നീ സൂക്ഷിക്കണം. തകുൻ അഅ്ബദൻ നാസി, ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ആബിദ് നീയാകും. ഹറാമേത് ഹലാലേത് എന്ന് അല്ലാഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വശംസി വളുഹാഹ എന്ന് തുടങ്ങിയിട്ട് 11 വട്ടം ഒരു സൂറത്തിൽ സത്യം ചെയ്തിട്ട് അല്ലാഹു തആല നമ്മെ അറിയിച്ചിട്ടുള്ളത് വനഫ്സിൻ വമാ സവ്വാഹ, ശരീരത്തെ സൃഷ്ടിച്ച തമ്പുരാനെ തന്നെയാണ് സത്യം. വമാ സവ്വാഹ, അതിനെ സമപ്പെടുത്തിയ രീതിയെ തന്നെയാണ് സത്യം. എന്നിട്ട് സത്യവും അസത്യവും ഏതാണെന്ന് അറിയിച്ചു കൊടുത്തിരിക്കുന്നു. ഇത്തഖിൽ മഹാരിമ, ഹറാമിനെ നീ സൂക്ഷിക്കുക. തകുൻ അഅ്ബദൻ നാസി, ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ആബിദ് നീയാകും. 2, വർള, നീ തൃപ്തിപ്പെടുക. ബിമാ ഖസമല്ലാഹു ലക്, അല്ല നിനക്ക് ഭാഗിച്ചു തന്നതുകൊണ്ട്. തകുൻ അഗ്നൻ നാസി, ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സമ്പന്നൻ നീയാകും. 3, വഹ്സിൻ ഇലാ ജാരിക, നിന്റെ അയൽവാസിക്ക് നീ ഗുണം ചെയ്യുക. തകുൻ മുഅ്മിന, നീ മുഅ്മിനാകും. 4, വഅഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക, ജനങ്ങൾക്ക് നീ ഇഷ്ടപ്പെടണം, നിന്റെ ശരീരത്തിന് നീ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ. തകുൻ മുസ്ലിമ, നീ മുസൽമാനാകും. വലാ തുക്സിരിൽ ലഹിക,
നീ ചിരി വർദ്ധിപ്പിക്കരുത്. ഫഇന്ന കസറത്തുൽ ലഹ്കി, ചിരിയുടെ വർദ്ധനവ് തുമീത്തുൽ ഖൽബ്, ഹൃദയത്തെ മരിപ്പിക്കുന്നതാണ്. ഹൃദയത്തെ മരിപ്പിക്കാൻ പാടില്ല, ചിരി വർദ്ധിപ്പിക്കാൻ പാടില്ല. അതിന് നമുക്ക് ഹൃദയത്തിലുള്ള അഴുക്കുകളെ വൃത്തിയാക്കുന്ന വേദിയാണ് ദിക്റുകൾ. അതിനു വേണ്ടിയാണ് നാം ഇവിടെ സന്നിഹിതരായിട്ടുള്ളത്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മാന്നാർ ഇസ്മായിൽ കുഞ്ഞ് ഹാജിയുടെ പിതൃവിശ്രേഷ്ഠർ മരണപ്പെട്ടിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. ഡോക്ടർ നാട്ടിക മുഹമ്മദ് അലി സാർ വിളിച്ചിരുന്നു, അടുത്ത കുടുംബത്തിൽ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്, മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. ബഷീർ അലനല്ലൂർ സാഹിബ് രോഗമാണ്, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. 11ാമത്തെ ദിവസം ഭാര്യ പ്രസവിച്ച ഒരു സഹോദരനും ഇവിടെയുണ്ട്. എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ച് നാളെ ജന്നാത്തുൻ നഈമിൽ അല്ലാഹ് നമ്മെ ഒരുമിച്ച് കൂട്ടട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കാസർഗോഡ് ജില്ലാ അധ്യക്ഷനും മംഗലാപുരം കീഴൂർ സംയുക്ത ജമാഅത്ത് ഖാദിയുമായ ഷെയ്ഖുന ത്വാഖ അഹ്മദ് മൗലവി തസവ്വുഫ് പ്രായോഗിക ജീവിതത്തിൽ എന്ന വിഷയത്തെ പുരസ്കരിച്ചുകൊണ്ട് നമ്മെ അഭിസംബോധന ചെയ്യുന്നു. അധ്യക്ഷന് വേണ്ടി ആദരപുരസ്സരം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد باللسان الجامع في الحضرة الواسعة، صلاة تمد بها أجسامنا من جسمه وقلوبنا من قلبه وأرواحنا من روحه وأسرارنا من سره وعلومنا من علمه وأعمالنا من عمله وأخلاقنا من خلقه ووجهاتنا من وجهته ونياتنا من نيته وقصودنا من قصده. وتعود بركاتها علينا وعلى أولادنا وعلى أهلينا وعلى أصحابنا وعلى أهل عصرنا. يا نور يا نور يا نور اجعلنا نورا بحق النور. ബഹുമാന്യരായ ദീനിൻ്റെ ഉന്നത ശ്രേഷ്ഠരായ മഹത്തുക്കളായ സാദാത്തുക്കളെ, ഉലമാ ശിരോമണികളെ, ഈ മഹത്തായ സംഗമത്തിൽ തസവ്വുഫ് നിത്യജീവിതത്തിൽ എന്നതിനെ അപഗ്രഥിച്ച് അല്പം സംസാരിക്കാനാണ് ഈ ഉള്ളവനോട് കൽപ്പിച്ചിട്ടുള്ളത്. തസവ്വുഫ് നിത്യജീവിതത്തിൽ എന്ന് പറയുമ്പോൾ തസവ്വുഫ് എന്താണ്? തസവ്വുഫിനെ 2000-ഓളം
വിധത്തിൽ നിർവചിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ബഹുമാനപ്പെട്ട റസൂഖ് റഹ്മഹുല്ലാഹ് അവറുകൾ വ്യക്തമാക്കുന്നു. അതുപോലെ ദീനുൽ ഇസ്ലാമിൻ്റെ മഹത്തായ ആത്മീയമായ തനിമയാണ് തസവ്വുഫിൽ ഉൾക്കൊള്ളുന്നത് എന്ന് പറയുമ്പോൾ മുസ്തശ്രിഖീങ്ങളായ ഓറിയൻ്റലിസ്റ്റുകൾ അത് ഏതുവരെ ഡോക്ടർ ഫരീദ് വജ്ദി അവർകൾ അദ്ദേഹത്തിൻ്റെ വിജ്ഞാനകോശത്തിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഇത് പണ്ടേ ചൈനയിലും ഭാരതത്തിലും അതുപോലെ ക്രിസ്തുമതത്തിലും ഒക്കെ ഉണ്ടായതാണ്. ഖുർആൻ അവതീർണമായപ്പോൾ അതിന് പ്രത്യേകമായ ശൈലിയും സ്വഭാവവും ഉണ്ടായതാണ്. അതുപോലെ മറ്റുള്ളവർ ഇത് യഹൂദി അല്ലെങ്കിൽ മസീഹി മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു രൂപമാണ് എന്ന് വ്യാഖ്യാനിച്ചവർ ഉണ്ട്. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ ദീനുൽ ഇസ്ലാമിനെ പറ്റിയും ദീനുൽ ഇസ്ലാമിൻ്റെ ആവിർഭാവത്തെപ്പറ്റിയും യഥാർത്ഥമായ ബോധം ഇല്ലാത്തതിൽ നിന്നിട്ട് ഉടലെടുത്ത അപഗ്രഥനങ്ങളാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീനുൽ ഇസ്ലാമിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് അൽ ഇസ്ലാമു ദീനുൽ ഫിത്ര. അൽ ഇസ്ലാമു ദീനുൽ ഫിത്ര, ഇസ്ലാം പ്രകൃതി മതമാണ്, പ്രകൃതിയോട് അനുയോജ്യമായ മതമാണ്. എന്ന് പറഞ്ഞാൽ ഒരു മാതാവ് ഒരു കുഞ്ഞിനെ പ്രസവിച്ചാൽ ആ കുഞ്ഞിനെ എടുത്ത് ആ കുഞ്ഞിന് ഇതുവരെ ഭക്ഷണം നൽകപ്പെട്ടിരുന്നത് പൊക്കിളിലൂടെയാണ്. വായ ഉപയോഗിച്ചിട്ട് അതിന് ഒരു പരിചയവും അതിനില്ല. എന്നാൽ ഉമ്മ അവളുടെ മുല ആ കുഞ്ഞിൻ്റെ വായയിൽ വെച്ച് കൊടുക്കുന്നത് പോലെ വെച്ച് കൊടുക്കുമ്പോൾ ആ കുഞ്ഞ് അതിനെ ഈമ്പി കുടിക്കാൻ തുടങ്ങുന്നു. ഇത് മാതാവിൽ നിന്ന് ഈ കുഞ്ഞിൻ്റെ പ്രകൃതിയോട് അനുയോജ്യമായ രീതിയിലുള്ള ചലനങ്ങൾ ഉണ്ടായപ്പോൾ ആ കുഞ്ഞിൽ നിന്ന് അതനുസരിച്ചിട്ടുള്ള കാര്യമാണ് ഉണ്ടായത് എന്നതുപോലെയാണ് ദീനുൽ ഇസ്ലാം പ്രകൃതിയോട് അനുയോജ്യമായ മതമാണ്. ആ പ്രകൃതി ഏതാണ്? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അരുളുന്നു, കുല്ലുൻ യൂലദു അലൽ ഫിത്ര. എല്ലാവരും ആ പ്രകൃതി മതത്തിൻ്റെ സ്വഭാവത്തിലായിട്ടാണ് പ്രസവിക്കപ്പെടുന്നത്. അബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം. എല്ലാവരും ഫിത്രത്തിലായിട്ടാണ് ജനിക്കപ്പെടുന്നത്. പക്ഷേ സാഹചര്യം അവനെ യഹൂദിയോ നസ്രാനിയോ അതല്ലെങ്കിൽ സൗരാഷ്ട്ര മതക്കാരനോ ആക്കി തീർക്കുന്നു. മാതാപിതാക്കളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നബി തങ്ങൾ അത് വിവരിച്ചത്. എന്നാൽ ഈ പ്രകൃതി മതം എന്ന് പറഞ്ഞാൽ എന്താണ് ആ പ്രകൃതി? അത് ബഹുമാനപ്പെട്ട നബി ആദം അലൈഹി സ്വലാത്തു വസ്സലാം അതിന് ഈ ലോകത്തിലേക്ക് വരുമ്പോൾ ഏതൊരു പ്രകൃതമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെ പറ്റിയിട്ട് ഉണ്ടായിരുന്ന ബോധം, അതാണ് പ്രകൃതി മതത്തിൻ്റെ ബോധം. എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്ത് ഓരോരോ ഈ പ്രപഞ്ച ഉൽപ്പത്തിയെ പറ്റിയിട്ട് വ്യാഖ്യാനിക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. ഡാർവിൻ പരിണാമവാദത്തിലൂടെ, അതുപോലെ മാർക്സും എംഗൽസും വൈരുദ്ധാധിഷ്ഠിത ഭൗതികവാദത്തിലൂടെ, ടോയൻബി മറ്റൊരു രൂപത്തിൽ, അതുപോലെ ഹെഗൽ
കുല്ലി അഖൽ കുല്ലിയിലൂടെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ ഹവ്വ ബീബിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രകൃതിയുടെ ഉൽപ്പത്തിയെപ്പറ്റി ചിന്തിക്കേണ്ട ഒരാവശ്യവും ഇല്ല. കാരണം ഈ പ്രകൃതിയുടെ യഥാർത്ഥം അവർ നേരിട്ട് സ്വയവും മറ്റൊരു ഒന്നിൽ സംഭവിക്കുന്നതും നേരിട്ട് അനുഭവിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ എങ്ങനെയാണ് ലഭ്യമാകുന്നത് എന്ന് മനസ്സിലാക്കി, അത് എങ്ങനെയാണ് സൃഷ്ടിപ്പും നടത്തുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ഗ്രഹിച്ചതുപോലെ, അതുപോലെ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവറുകളും മർഹബൻ യാ ശൈഖ്, അതുപോലെ ഹവ്വ ബീബിയും ഇവിടെ വന്നപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഉൽപ്പത്തി അവരെ സംബന്ധിച്ചിടത്തോളം, ഇത് എൻ്റെ ബാപ്പ വയനാടിലായിരുന്നു, വയനാടിൽ നിന്ന് കാസർഗോഡ് വന്നതാണ് എന്ന് പറഞ്ഞിട്ട് മക്കൾ أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمد رسول الله حي على الصلاة حي على حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله ബഹുമാനമുള്ളവരെ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് നേരിട്ട് അനുഭവിച്ച ബോധം, അതേപ്രകാരം ആദം നബിയിൽ നിന്ന് ഹവ്വ ബീബിയെ സൃഷ്ടിച്ച ആ ബോധം ആദം നബിക്കും ഹവ്വ ബീബിക്കും സ്വർഗത്തിൽ നിന്ന് പൂർണ്ണമായും, അതേപ്രകാരം അള്ളാഹുവിൻ്റെ കൽപ്പന എങ്ങനെയാണ് ലഭ്യമാകുന്നതെന്നും അതിന് എങ്ങനെയാണ് പാത്രീഭവിക്കേണ്ടതെന്നും സ്വയം അനുഭവിച്ചു വന്ന് ഈ ലോകത്തിലേക്ക് വന്ന ആദം നബിയെ സംബന്ധിച്ചിടത്തോളം, അതേപ്രകാരം തന്നെ ഹവ്വ ബീബിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൻ്റെ ഉൽപ്പത്തിയെ പറ്റിയിട്ട് ആലോചിക്കേണ്ട ഒരാവശ്യവുമില്ല. അതേപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മക്കളുടെയും അവസ്ഥ. കാരണം ബാപ്പ വന്ന് പറഞ്ഞാൽ മതി, അത് ഞങ്ങൾ അവിടുന്ന് വന്നതാണ്, ഉമ്മാവും ബാപ്പായും പറഞ്ഞാൽ അത് മക്കൾ മുഴുവനും അതെന്താണ് വിശ്വാസമായി ആദർശമായിട്ട് തന്നെ സ്വീകരിക്കും. പിന്നെ മക്കളുടെ കാര്യം അത് വേറെ. എന്നാൽ ഹാബീലും കാബീൽ അങ്ങനെ തെറ്റിപ്പോകാൻ കാരണം വിശ്വാസത്തിൻ്റെ കുറവല്ല, അസൂയയുടെ കാരണമായിരുന്നു. അപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ വിശ്വാസം ഇവിടെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്ന വിശ്വാസം
അള്ളാഹുവിൻ്റെ വഹയിലൂടെ മനസ്സിലാക്കിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് പ്രകൃതി മതത്തിൻ്റെ ആദ്യ കാതൽ എന്നുള്ളത്. ഈ മതം മാത്രമാണ് ഈ ലോകത്ത് ഈ പ്രപഞ്ചത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഖുർആനും സുന്നത്തും അതേ പ്രകാരം തന്നെ ബൈബിളും ഇഞ്ചീലും എല്ലാം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മാഷാ അല്ലാഹ്. ബഹുമാന്യരെ, ഈ ഒരേ മതമാണ് ഈ ലോകത്ത് പ്രബോധനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ആ മതത്തിനെ പറ്റി തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പറഞ്ഞത്. എന്തെന്ന്? അൽ ഇസ്ലാമു ദീനുൽ ഫിത്ര, അല്ലെങ്കിൽ ദീനുൽ എന്ന് പറഞ്ഞിട്ടുള്ളത്, ഫിത്രത്തിന്റെ ദീന് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഒരേ ദീന് തീർച്ചയായും യഥാർത്ഥത്തിൽ തസവ്വുഫ് എന്നുള്ളത് ദീനുൽ ഇസ്ലാമിന്റെ അന്തസത്തയാണ്. ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് അന്ന് മുതൽ ഇന്ന് വരെ പ്രബോധനം ചെയ്യപ്പെട്ട ഒരേ മതമാണ്. ദീനുൽ ഇസ്ലാമിന്റെ അന്തസത്തയായിരിക്കുന്ന തസവ്വുഫ് യഥാർത്ഥത്തിൽ ക്രിസ്തു മതത്തിലും അതേ പ്രകാരം മറ്റു മതങ്ങളിലും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടായിട്ടില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. അത് ഇങ്ങോട്ട് പറയുന്നതിന് പകരം അങ്ങോട്ട് പറയേണ്ട ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ തസവ്വുഫ് പോയിട്ടുള്ളത് ലോകത്തിലേക്ക് ഈ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പോയിട്ടുള്ളത് എന്നുള്ളത്. ദീനുൽ ഇസ്ലാം മതം എന്നുള്ളത് വേർതിരിക്കപ്പെട്ടതിൻ്റെ ഉദാഹരണം, ജീവിക്കുന്ന ഉദാഹരണം നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗറാത്തും ഏടുകളുമായിട്ട് വരുമ്പോൾ തന്നെ പറഞ്ഞു, എനിക്ക് ശേഷം ഈസ വരും, ഈസായിൽ നിങ്ങൾ വിശ്വസിച്ചു കൊള്ളണം. അങ്ങനെ മൂസാ നബി മരിച്ചുപോയി. പിന്നെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഈസാ നബി വന്നു. പക്ഷേ ബനി ഇസ്രായേലിലെ ജൂതന്മാർ അധികവും ഈസാ നബിയെ കൊണ്ട് വിശ്വസിക്കാൻ തയ്യാറായില്ല. അതേപോലെ തന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ജനങ്ങളോട് പറഞ്ഞു, ഇതാ എനിക്ക് ശേഷം അഹ്മദ്, എനിക്ക് ശേഷം അഹ്മദ് നബി വരും, അങ്ങനെ വന്നാൽ അവിടെ വിശ്വസിച്ചു കൊള്ളണം എന്നുള്ളത്. പക്ഷേ മൂസാ നബിന്റെ മതം ജൂതന്മാർ ഈസാ നബിയിൽ വിശ്വസിക്കാതെ അവർ വേറിട്ടൊരു മതമായി നിന്നു. അതേ പ്രകാരം തന്നെ ക്രിസ്ത്യാനികൾ ഈസാ നബി കൽപ്പിച്ചതുപോലെ നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിക്കാതെ മറ്റൊരു മതമായി തീർന്നു. ഇത് യഥാർത്ഥത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം, ജൂതമതവും അതേ പ്രകാരം ക്രിസ്തു മതവും അതേ പ്രകാരം ദീനുൽ ഇസ്ലാമും ഒന്ന് മാത്രമാണ്. മനുഷ്യനാണ് അതിനെ വേർതിരിച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ ഈ ഏകമായിട്ടുള്ള ദീനിന്റെ, അതായത് ദീനുൽ ഇസ്ലാമിന്റെ അന്തസത്തയാണ് തസവ്വുഫ്. ഈ തസവ്വുഫിനെ 2000-ലധികത്തോളം ദീനുൽ ഇസ്ലാമിന്റെ അകത്ത് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ റൂമി റഹ്മഹുല്ലാ പാടിയതുപോലെ, അതായത് നീ എങ്ങനെയാണോ അങ്ങനെ കാണിക്കുക, അതല്ലെങ്കിൽ നീ എങ്ങനെ കാണിക്കുന്നോ അങ്ങനെ നീ ആയിത്തീരുക. ഇതാണ് തസവ്വുഫിന്റെ അർത്ഥം. നീ എങ്ങനെയാണോ നിന്റെ ഉള്ളിൽ അതുപോലെ പുറത്ത് കാണിക്കുക. അതേ പ്രകാരം തന്നെ, അല്ലെങ്കിൽ നീ പുറത്തെങ്ങനെ കാണിക്കുന്നു അങ്ങനെ നീ നിന്റെ ഉള്ളിൽ ആയിത്തീരുക എന്നുള്ളതാണ്. എന്നാൽ തസവ്വുഫിലെ മറ്റൊരു മഹത്തായ ഭാഗമാണ് ഈ ലോകത്ത് ദീവാനുസ് സാലിഹീൻ എന്നുള്ള ഒരു മഹാസംഭവം ഉണ്ട് എന്നുള്ളത്. ദീവാനുസ് സാലിഹീൻ എന്ന് പറഞ്ഞാൽ അവിടെ ഹൗസുണ്ട്, അതുപോലെ തന്നെ അഖ്താബുകളുണ്ട്, നുജബാകളുണ്ട്, നുഖബാകളുണ്ട്, അബ്ദാലുകളുണ്ട്. അങ്ങനെ എണ്ണപ്പെട്ടതായ അള്ളാഹു അവന്റെ അധികാരം ഏൽപ്പിച്ചിട്ടുള്ള
ഫത്ഹ് നൽകിയതായ ഔലിയാക്കന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഉണ്ട് എന്നുള്ളത്. അങ്ങനെയുള്ള ആ മഹത്തായ ദീവാനു സാലിഹ്യങ്ങളിൽ നേതൃത്വം വഹിച്ചിരുന്ന മഹാത്മാക്കളുടെ പേരിലാണ് തരീഖത്തുകൾ അധികവും ബന്ധിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ തസവുഫിൻ്റെയും ഔലിയാക്കളുടെയും ഹഖീഖത്ത് അവരുടെ മഹത്വം പ്രവചിക്കുന്നത് ഫത്ഹ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം ഒരു തരീഖത്തിനെയോ ായിട്ട് ബന്ധപ്പെടേണ്ടതില്ല. മറിച്ച് മറ്റു മഹാത്മാക്കൾ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ഗൗസുൽ ആലം സുൽത്താൻ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖുദ്ദസ സിർറുഹു അവറുകൾ, അതുപോലെ തന്നെ മറ്റുള്ള മശായിഖുമാർ തരീഖത്തുകൾ നിർമ്മിക്കുന്നത് അത് അള്ളാഹുവിൻ്റെ പ്രത്യേക കൽപ്പന പ്രകാരമാണ്. ഈ കാര്യം ഖുർആനും സുന്നത്തും ഖുർആനും ഹദീസും എടുത്തു നോക്കിയാൽ പ്രത്യക്ഷത്തിൽ വ്യക്തമാകുന്ന രൂപം നമുക്ക് കാണാവുന്നതല്ല. പക്ഷേ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി സഹീഹായ ഹദീസിലൂടെ നമുക്ക് എത്തിയതുപോലെ ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹ് റിവായത്ത് ചെയ്തതുപോലെ ലഖദ് കാന ഫീമാ കാന ഖബ്ലകും ഉനാസും മുഹദ്ദസൂൻ ഇൻ യകു ഫീ ഉമ്മതി കഉമർ റളിയല്ലാഹു തആല അൻഹു. മുൻകഴിഞ്ഞു പോയ സമുദായങ്ങളിൽ മലഉൽ അഅ്ലായിൽ നിന്ന് വർത്തമാനം അറിയിക്കപ്പെടുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഈ സമുദായത്തിലും ഉണ്ടാകും. ഏതുപോലെ? ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ. ഇങ്ങനെ ഒരു വിഭാഗമുണ്ടെന്ന് ഖുർആനിലെ ഷാദായ ഖിറാഅത്തിൽ അതുണ്ട്. അത് സൂറത്തുൽ ഹജ്ജിലെ 50-ാമത്തെ ആയത്തിലും ഈ മുഹദ്ദസ് എന്ന പദം ഉണ്ട്. പിന്നെ അത് നസ്ഖ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. മാ മിൻ നബിയ്യിൻ വലാ മുർസലിൻ വലാ മുഹദ്ദസിൻ എന്നുള്ള പദം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വിഭാഗം ഈ ലോകത്ത് ഉണ്ട് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത് വെറുതെ അത് കേട്ടിട്ട് ഈ ചുവട്ടിലൂടെ ഈ ചുവട്ടിലൂടെ കടത്ത് കളയാൻ വേണ്ടിയിട്ടല്ല. മറിച്ച് അങ്ങനെയുള്ളവരെ ലഭ്യമായാൽ അവരുടെ വാക്കുകൾക്ക് നിങ്ങൾ എന്താണ് പ്രാധാന്യം നൽകണം എന്നുള്ളതാണ്. പക്ഷെ അവരുടെ വാക്കുകൾ ഒരിക്കലും ഖുർആനിനോ സുന്നത്തിനോ വിപരീതമായിട്ട് ഒരിക്കലും വരികയില്ല. അത് ഖുർആൻ കൊണ്ടും അതേപ്രകാരം സുന്നത്ത് കൊണ്ടിട്ടും സാക്ഷ്യപ്പെടുത്തും. ഇങ്ങനെ ഒരു വിഭാഗം ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർത്ഥശങ്കക്ക് ഇടയില്ലാത്ത രൂപത്തിൽ മനസ്സിലാക്കി തന്നിട്ടുള്ളതാണ്. എന്നാൽ ഇക്കാര്യം മൂന്നാം നൂറ്റാണ്ട് വരെ ഹിജ്റ 3-ാം നൂറ്റാണ്ട് വരെ സഹാബാക്കളുടെയും അതേപ്രകാരം താബിഈകളുടെയും ഇടയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നെങ്കിലും അതേപ്രകാരം തന്നെ ഇതിനെപ്പറ്റി തന്നെ വിശദീകരിക്കപ്പെട്ടുകൊണ്ടിരുന്നെങ്കിലും വ്യക്തമായി ഔദ്യോഗികമായിട്ട് എന്നതുപോലെ ആദ്യമായിട്ട് ഈ ഉമ്മത്ത് മുഹമ്മദിയയിൽ സംസാരിച്ചത് 3-ാം നൂറ്റാണ്ടിലെ പണ്ഡിതനായ ബഹുമാനപ്പെട്ട ഹക്കീമു തുർമുദി ഖുദ്ദിസ സിർറുഹു അറബറുകളാണ്. ഹക്കീമുൽ ഔലിയ എന്ന പേര് വിഖ്യാതനായ, വളരെ കറാമത്തുകളെ കൊണ്ടും കശ്ഫുകളെ കൊണ്ടും വിഖ്യാതനായ ബഹുമാനപ്പെട്ട ഹക്കീമു തുർമുദി അവറുകളാണ് ഈ ലോകത്ത് എന്താണ് ഇങ്ങനെ ഒരു സംവിധാനമുണ്ട്, ദീവാനു സാലിഹീൻ ഉണ്ടെന്നും അതിവിടെ ഗൗസ് ഉണ്ടെന്നും ഖുതുബുണ്ടെന്നും അതേപ്രകാരം അബ്ദാലുകൾ നുജബാകൾ ഉണ്ട് എന്നുള്ളത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലോട്ട് നിന്ന് ഇങ്ങനെ ഒരു വിഭാഗം ഉണ്ട് എന്നുള്ളത് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം വെളിവാകുന്നു. എന്നാൽ ഈ ദീവാനു സാലിഹീനെ പറ്റിയിട്ട് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്തെന്ന് അതിലെ ചില രൂപങ്ങൾ നമുക്ക് എടുത്തു നോക്കിയാൽ നമുക്കത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ ദീവാനു സാലിഹീൻ്റെ എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നും ഒക്കെ. എന്നാൽ ഇതിനെ എങ്ങനെ നമ്മൾക്ക് മുഹദ്ദസീങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും? ഇപ്പോൾ ഇവിടെ പറയും അത് ലാ യഅരിഫുൽ വലിയ ഇല്ലൽ വലി, വലിയിനെ വലിയല്ലാതെ തിരിച്ചറിയുകയില്ല എന്ന് ഹൈദ്രോസി റഹിമഹുല്ലാഹ് അവരുടെ വാക്യമാണ് അത്. അതായത് ലാ യഅരിഫുൽ ജൗഹറ ഇല്ലൽ ജൗഹരി വലാ യഅരിഫുൽ വലിയ ഇല്ലൽ വലി, വലിയിനെ വലിയല്ലാതെ തിരിച്ചറിയുകയില്ല. അതൊരു കുല്ലിയായ ഖാഇദ അല്ല.
ബഹുമാനപ്പെട്ട ഹക്കീം തുർമദി അവറുകൾ പറയുന്നു, ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതലും ഔലിയ ആണ് എന്ന് അറിയാത്തവരാണ്. വലിയ ആണ് എന്ന് അറിയാത്തവരാണ് ഔലിയാക്കളുടെ കൂട്ടത്തിൽ. പിന്നെ ഔലിയാക്കളിൽ പൂർണ്ണമായി അറിയപ്പെടുന്നത് എപ്പോഴാണ്? ദീവാനുസ്വാലിഹ്യങ്ങളിലേക്ക് അവനെ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനക്ക് ഫത്ഹും നൽകും. പിന്നെ ഫത്ഹുണ്ടായി കഴിഞ്ഞാൽ കാര്യങ്ങളുടെ യാഥാർത്ഥ്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വരും. അങ്ങനെ ആ ദീവാനുസ്വാലിഹ്യങ്ങളിൽ എത്തിയവർക്ക് പരസ്പരം അറിയാം ഇന്ന ആൾ വലിയാണ്, ആൾ വലിയല്ല എന്നുള്ളതും. അതേപ്രകാരം അല്ലാതെ ഇതിലൊന്നും പെടുത്താതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കാണ് ചിലർക്ക് പ്രത്യേക വിലായത്ത് നൽകിയിട്ടുള്ളത്, ഫർദുകൾ ആരാണ് എന്നുള്ളതൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇത് ഒരു കുല്ലിയായ ഖാഇദയായിട്ട് ലാ യഅരിഫുൽ വലിയ എന്ന് പറയുന്നത് ഉപയോഗപ്പെടുത്തുന്ന കാര്യമേ അല്ല. അപ്പോൾ നമുക്ക് അറിയണമെങ്കിൽ എന്താണ് വഴി? ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ മുമ്പുണ്ടായതുപോലെ തന്നെ ഈ ഉമ്മത്തിലും എന്ന് വർത്തമാനം അറിയിക്കപ്പെടുന്ന മുഹദ്ദിസുകൾ ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ അവരെ നമുക്കെങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? അതിന് രണ്ട് വഴി മാത്രമാണ്. പിന്നെ മൂന്നാമത്തെ ഒരു വഴി അള്ളാഹു പ്രത്യേകം അറിയിച്ചു കൊടുക്കുക. അതായത് ഒന്ന്, അതുപോലുള്ള ആളുകളെ കണ്ടുമുട്ടി അവരുടെ കൂടെ ജീവിച്ച് ഇവർ സാധാരണമായിട്ടുള്ളതല്ല, അത് വിവിധ പ്രത്യേകമായ ശക്തികളും ശൈലികളും, അതായത് അവരുടെ കഴിവുകളും അവർ എന്താണ് എന്നുള്ളതും ഒക്കെ കണ്ട് മനസ്സിലാക്കി നേരിട്ട് അനുഭവപ്പെടുന്നവർ എന്താണ് ഇത് ഇന്നത് നമ്മൾ കണ്ട പോലെയല്ല ആള് എന്ന് ശരിക്കും ആളെ മനസ്സിലാക്കാൻ കഴിയും. പിന്നെ രണ്ടാമത്തെ ഒരു വഴി ഇതേ ഉള്ളൂ. ഇത് കണ്ട് അനുഭവിച്ച ആള് വന്നിട്ട് ലോകത്തോട് പറയുന്നു, എന്തെന്ന്? ഇതാ ഇന്ന ആള് ഇങ്ങനെയാണ് എന്ന് എനിക്ക് അനുഭവമുണ്ടായിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനങ്ങളുണ്ട്. ഇത് തസ്ദീഖാക്കാൻ, ഇത് സത്യമാണെന്ന് വിചാരിക്കാൻ കഴിവുള്ള ആളും ഈ രണ്ടാമത്തെ വഴി അനുസരിച്ച് ആ ആൾക്കും മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ടിട്ടാണ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അവ്വലു മഖാമാത്തിൽ വിലായ, അല്ലെങ്കിൽ സൂഫിയത്തിന്റെ ആദ്യത്തെ മഖാം എന്താണ്? അള്ളാഹുവിന്റെ ഔലിയാക്കളെ പറ്റി പറയപ്പെടുന്നത് കേൾക്കുമ്പോൾ അത് സത്യമാക്കാനുള്ള സന്മനസ്സുണ്ടാവുക എന്നുള്ളത്. ഈ അതായത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ പറ്റി പറയുന്നത് സത്യമാക്കാനുള്ള സന്മനസ് ഉണ്ടായാൽ അതിൽ തന്നെ മനസ്സിലാക്കിക്കൊള്ളണം, വിലായത്തിന്റെ ഒരു നുക്ത അവനിക്ക് വിട്ടുകിടക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ഇത് മനസ്സിലാക്കാൻ, ഈ സന്മനസ് ഒരാൾക്ക് ഇല്ലെങ്കിൽ ഈ കാര്യം ഇത് മനസ്സിലാക്കാൻ അവനെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. ഉദാഹരണത്തിന് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരുടെ മുമ്പിലും, ഇപ്പോൾ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രങ്ങൾ നമ്മൾ എത്രയോ കേട്ടിട്ടുണ്ടല്ലോ. എത്ര ദൃഷ്ടാന്തങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എറിഞ്ഞു കൊടുത്തത് അദ്ദേഹത്തിന്. ബഹുമാനപ്പെട്ടവർ കാക്ക പറന്നു പോയിട്ട് ഒരു സ്ഥലത്ത് എങ്ങനെ കാണുന്നു, ഇങ്ങനെ അതേ പ്രകാരം ഒട്ടക മുകളിൽ നടത്തെ അന്വേഷിക്കുന്ന സ്ത്രീയെ കാണുന്നു, കുബ്ബയുടെ മുകളിൽ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഈ മേഖലയിലേക്ക്, അതായത് അല്ലെങ്കിൽ ഇത്തരം അദൃശ്യമായ കാര്യങ്ങളിലേക്ക് വീശാനുള്ള ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കും. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. നമ്മുടെ ഷഹീദ് CM അബ്ദുള്ള മുസ്ലിയാരുടെ വാപ്പ ഖാലി മുഹമ്മദ് കുഞ്ഞ് മുസ്ലിയാർ അവർകൾ, അദ്ദേഹം വാഴക്കാട് ആയഞ്ചേരി അവരുടെ തറക്കണ്ടിയുടെ ദർസിൽ പഠിച്ചിരിക്കുന്ന കാലഘട്ടം. അന്ന് പഠിച്ച പലരും, ആ ദർസിൽ പഠിച്ച പലരും പിന്നീട് കേരളത്തിലെ ഉന്നത ശ്രീശ്വരായ പണ്ഡിതന്മാരായി തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ പഠിക്കുമ്പോൾ ഒരു മനുഷ്യൻ എപ്പോഴും, അതായത് ദർസ് നടക്കുമ്പോൾ ഒരു സബക്കിലും ഒഴിയാതെ എല്ലാ സബക്കിലും അദ്ദേഹം ശരിക്കും വരും, ഇരിക്കും, ദർസെല്ലാം കേൾക്കും, അതേ പ്രകാരം അത് മനസ്സിലാക്കും. ആരോടും ഒന്നും മിണ്ടുകയോ
പോലും ഇല്ല മനുഷ്യൻ. ഇങ്ങനെ കുറേ കാലം കഴിഞ്ഞു. ഒരു ദിവസം ആ മനുഷ്യൻ എന്താണ് ഇങ്ങനെ കിതാബും കയ്യിൽ വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് പൊട്ടിച്ചിരിക്കുന്നത് ഇവരെല്ലാം കേട്ടു. ഇത് അദ്ദേഹത്തിനും ആ കൂടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്കും ഉണ്ടായ അനുഭവം. നേരിട്ട് ഇങ്ങനെ എല്ലാ അധികം ആളുകളുടെയും പല കാര്യങ്ങളും വെളിവാകാറുണ്ട്. അപ്പം ഇയാൾ പൊട്ടിച്ചിരിക്കുന്നു. അപ്പം എല്ലാ വിദ്യാർത്ഥികളും അന്നത്തെ വലിയ വലിയ ഉലമാക്കളാണ്, വലിയ ഖാലി ഹംദുള്ളയൊക്കെ ഓതുന്നവരൊക്കെ ഉണ്ടതിൽ. അവരെല്ലാം കൂടി ഇദ്ദേഹത്തിനെ വട്ടം പിരിഞ്ഞിട്ട് പറഞ്ഞു, ഇതുവരെ മിണ്ടുകയോ ചിരിക്കുകയോ ചെയ്യാത്ത നിങ്ങൾ ഇന്നെന്തിനു ചിരിച്ചു പറയണം. നിർബന്ധിച്ചു. പക്ഷേ അദ്ദേഹം കൂട്ടാക്കുന്നില്ല. വീണ്ടും നിർബന്ധിച്ചു, അപ്പോഴും കൂട്ടാക്കുന്നില്ല. പിന്നെയും അവസാനം ഗതിയില്ല മുട്ടിയപ്പോ അദ്ദേഹത്തെ അവിടെ അങ്ങോട്ട് ചൂണ്ടിയിട്ട് കാണിച്ചു, അതാ അവിടെ 2 പശുക്കളെ കാണുന്നുണ്ടോ? ആ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒരു പശു മറ്റേ പശുവിനോട് പറയുന്നു, ഇന്ന് നല്ല നിലാവുള്ള രാത്രിയാണ്, നമുക്ക് അർദ്ധരാത്രി ആയാൽ നമുക്ക് എന്താണ് ഇവിടെ വരാം. കൃഷിയിടത്തിൻ്റെ അടുത്താണ്, വേലിയുടെ അടുത്താണുള്ളത്. അങ്ങനെ രാത്രിയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താണ് നിന്നെ ഒരു കുത്തങ്ങ് കുത്തും. അപ്പം നീ എന്താണ് വേലിയിലേക്ക് വീഴും. അപ്പം വേലി പൊളിയും. നമുക്ക് 2 പേർക്കും കൂടിയിട്ട് അകത്ത് രാത്രി പോയിട്ട് നന്നായിട്ട് തിന്നാം എന്ന് പറയുന്നതാണ്. ഇപ്പം കേട്ടത് മനസ്സിലാക്കിയത് ഞാൻ ചിരിച്ചു പോയത് അതുകൊണ്ടാണ്. ഇത് കേട്ട അതായത് ഇത്രയും സർഫും നഹവും വാദും വൈദും ഒക്കെ പഠിച്ചിട്ടുള്ളവർക്ക് ഇതെന്തൊരു അത്ഭുതം, ഇതെന്താണ് ഈ അത്ഭുതം, ആശ്ചര്യം. എല്ലാം കാര്യം മറന്നുപോയി. വേഗം തന്നെ ഉസ്താദിനോടും പോയിട്ട് കാര്യം പറഞ്ഞു. അപ്പം എന്താ ശരി, നമുക്ക് രാത്രിയാവുന്ന മേലെ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ എല്ലാവരും രാത്രിയാവുമ്പോൾ പതിയിരുന്നിട്ട് കാത്തു. എല്ലാവരും കാത്തിരുന്ന് അങ്ങനെ രാത്രി 12 മണിയാവുന്ന സമയം എന്ന് വിചാരിക്കാം ആകുമ്പോഴേക്കും ഈ 2 പശുക്കളും ഉണ്ട് മെല്ലെ മെല്ലെ വരുന്നു. ആ പറഞ്ഞ പോലെ തന്നെ ആ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ ഈ ഒരു പശു ആ പശുവിൻ്റെ മേൽ നല്ലൊരു കുത്തു കൊടുത്തു. അത് താഴെ വേലിയിൽ വീണു. 2 വേലിൻ്റെ അകത്ത് കിടന്ന് നല്ല ശാപ്പിട്ടു. അപ്പോഴാണ് ഇത് പിന്നെ ഉസ്താദിനെ വിളിച്ചിട്ട് ഉസ്താദിനെ അറിയിച്ചു വിവരം. എന്നിട്ട് നോക്കുമ്പോൾ ആളോർത്തു പിന്നെ കണ്ടിട്ടില്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തർബിയത്താണ്. എൻ്റെ സമയം തീർന്നു പോകുന്നു. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തർബിയത്താണ്. എൻ്റെ വാക്കുകൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതായത് തസവുഫിനെ എന്നോട് സംസാരിക്കാൻ എനിക്ക് വിഷയം തന്ന മാഷാ അല്ലാഹ് മാന്യൻ പറയുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞു, അതായത് തസവുഫിനെ പറ്റി പറയുമ്പോൾ നമ്മൾ സംഘടനാ പ്രവർത്തനത്തിലൊക്കെ എങ്ങനെയാണ് ഈ തസവുഫിനെ ആക്കി തീർക്കൽ എന്നുള്ളതൊന്ന് വ്യക്തമാക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്കിത്രേ പറയാനുള്ളത്. ഉത്തരേന്ത്യയിൽ ഒരു നൂറ്റാണ്ടിന് മുമ്പ് വലിയൊരു മഹാന് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു സ്ഥലത്ത് ദർസ് നടത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ ആ ദർസ് നടത്തി കൊടുക്കുന്നത് ഉയർന്ന അദ്ദേഹത്തിൻ്റെ സദർ മുഅല്ലിമിനോട് വന്നിട്ട് വിദ്യാർത്ഥികളെല്ലാം ആവശ്യപ്പെട്ടു, ബഹുമാന്യരെ, അതായത് നമ്മൾക്ക് അദ്ദേഹത്തിൽ നിന്ന് യാക്കൂബ് റഹ്മഹുല്ല അവറുകളിൽ നിന്ന് ഒന്ന് മസ്നവി ജലാലുദ്ദീൻ റൂമി റഹ്മഹുല്ല അവരുടെ മസ്നവി ഒന്ന് ഞങ്ങൾക്ക് ഓതിത്തരാൻ വേണ്ടിയിട്ട് പറയണം എന്ന് പറഞ്ഞപ്പോൾ മറ്റേ സദറുസ്താദ് എന്ത് പറഞ്ഞു, യഥാർത്ഥത്തിൽ ആ മനുഷ്യനാടെ ഇരുന്നോട്ടെ, ഇത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ തുടങ്ങിയാൽ 2-3-ാമത്തെ ദിവസം അയാൾ ഇവിടെ കാണൂല, കാട്ടിലോ മറ്റോ പോയിട്ടായിരിക്കും സഹോദരന്മാരെ എന്നാണ് ബഹുമാനപ്പെട്ട അദ്ദേഹം പറഞ്ഞതുപോലെ ആണ്. പിന്നെ തസവുഫ് എന്ന് പറഞ്ഞാൽ ഏതായാലും ഒരു സംഭവം മാത്രം പറഞ്ഞുകൊണ്ടിട്ട് ഞാൻ എൻ്റെ ഇമാം ബസ്സാർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്തതുപോലെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം കൂടെ സഹാബാക്കളോട് കൂടെ ഇരിക്കുമ്പോൾ പറഞ്ഞു, ഇത് സയത്തുലഉ ഫീകും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, നിങ്ങളിലേക്ക് ഇപ്പോൾ സ്വർഗത്തിൻ്റെ അഹ്ലുകാരനായ ഒരാൾ ഇങ്ങോട്ട് കയറി വരും എന്ന് പറഞ്ഞു. എല്ലാവരും സാഗൂതത്തോട്. അപ്പോൾ നോക്കുമ്പോൾ ഒരാൾ എന്താണ് മെല്ലെ കയറി വരുന്നു. ഇടത്തെ കയ്യിൽ ചെരുപ്പ് പിടിച്ചിട്ടുണ്ട്, താടിയിൽ വെള്ളം ഇങ്ങനെ ഇറ്റി വീണുകൊണ്ടിരിക്കുന്നു.
എന്ന് അങ്ങനെ അകത്തേക്ക് പോയി ളുഹാ നിസ്കരിച്ച് പിന്നെ അദ്ദേഹം തിരിച്ചുപോയി. രണ്ടാം ദിവസവും അതേ സമയമായി പോയപ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു സയത്ലഉ ഫീകും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. ഇപ്പോൾ ഇതാ നിങ്ങളിലേക്ക് സ്വർഗസ്ഥരായ സ്വർഗത്തിൻ്റെ അഹലുകാരനായ ഒരു ആൾ വരും. എല്ലാവരും നോക്കി അതേ ആള് ഇന്നലത്തെ പോലെ തന്നെ ഇടത്തെ കയ്യിൽ ചെരുപ്പ് പിടിച്ചിട്ടുണ്ട്, താടിയിൽ വെള്ളം ഇറ്റിക്കൊണ്ടിരിക്കുന്നു, അകത്ത് പോയിട്ട് നിസ്കരിച്ചു തിരിച്ചുപോയി. മൂന്നാം ദിവസവും അങ്ങനെ തന്നെ പറഞ്ഞു സയത്ലഉ ഫീകും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗത്തിൻ്റെ അഹലുകാരനായ ഒരാൾ വരും. അതേപോലെ തന്നെ മൂന്നാം ദിവസവും അതേ സമയം ചെരുപ്പ് ഇടത്തെ കയ്യിലും അതേ പ്രകാരം തന്നെ താടിയിൽ വെള്ളം ഊറ്റിക്കൊണ്ടിരിക്കുന്നു, പോയി അകത്ത് പോയി പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് തിരിച്ചുപോയി. അപ്പൊ ഇത് കണ്ട അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു അൽ ആസ് റഹിമഹുമല്ലാഹ് അവരുകൾ എന്ത് ചെയ്തു? സഹാബാക്കളുടെ കൂട്ടത്തിൽ അങ്ങേയറ്റം ഇബാദത്തിൽ പരിശ്രമിക്കുന്ന ആളായിരുന്നു. രാത്രി എന്നും ഇബാദത്തും അതേ പ്രകാരം പകൽ മുഴുവനും നോമ്പും ഒക്കെ പിടിച്ചിട്ട് അങ്ങേറ്റം വരെ ഭാര്യ തന്നെ ഷക്വ പറയുന്ന രൂപത്തിലുണ്ടായിരുന്ന ഷാബ് ഇബാദത്തിൽ അങ്ങേയറ്റത്തെ ഷാബ് ആയിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് അവர்கள். ഇത് കേട്ട ഉടനെ തന്നെ അദ്ദേഹം ആ വ്യക്തിയുടെ വീടന്വേഷിച്ചിട്ട് പോന്നു. വീടന്വേഷിച്ചിട്ട് പോയിട്ട് പറയുന്നു, ഞാൻ എൻ്റെ വാപ്പാവുമായിട്ട് വർത്താനത്തിൽ ചില തർക്കമുണ്ടായിപ്പോയി, എനിക്കൊരു 3 ദിവസം നിങ്ങളുടെ കൂടെ താമസിക്കാൻ സൗകര്യം ചെയ്തു തരണം. ഇതാണ് മഹാത്മാക്കളുടെ ജീവിതം. പോയി അന്വേഷിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യണം. അത് അങ്ങനെ പോയി അവിടെ താമസിക്കാൻ തുടങ്ങിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ ചലനങ്ങളും എല്ലാം അദ്ദേഹം വീക്ഷിക്കുന്നുണ്ട്, എല്ലാം നോക്കുന്നുണ്ട്. പക്ഷെ വലിയ ഇബാദത്ത് കൂടിയിട്ടൊന്നും കാണുന്നില്ല, സാധാരണയുള്ള ഇബാദത്ത് മാത്രമേ ഉള്ളൂ. അതേപ്രകാരം രാത്രിയിലാണെങ്കിലും അത്രയോ സാധാരണമായിട്ടുള്ളതല്ലാതെ ഒന്നും കണ്ടില്ല. മറ്റ് ഭൗതികമായ പാല് കറക്കുക, അതുപോലെ തന്നെ മൃഗങ്ങളെ പോക്കുക, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ ഇങ്ങനെ 3 ദിവസം പിന്നെ ഉറക്കത്തെ ഫലമ്മ താറാലായി, അതായത് ഉറക്കത്തിൽ ഇങ്ങനെ ചെരിയുമ്പോൾ മറിയുമ്പോഴും ഇങ്ങനെ അല്ലാഹ് എന്നോ അതല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് എന്നുള്ളതോ ആയുള്ള അള്ളാഹുവിൻ്റെ ദിക്റുകളാണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടു. ഇങ്ങനെ 3 ദിവസം കഴിഞ്ഞപ്പോൾ വളരെ മനപ്രയാസത്തോടുകൂടെ ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അവരുകൾ പറഞ്ഞു, ഞാൻ പിണങ്ങിയിട്ടോ ഒന്നുമില്ല, പക്ഷേ 2-3 ദിവസമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിരുന്നു, നിങ്ങൾ വരുമ്പോൾ ഇതാണ് ഇപ്പം നിങ്ങളിലേക്ക് സ്വർഗത്തിൻ്റെ അഹലുകാരനായ ഒരാൾ വരും അത് എന്ന്. അപ്പം 3 ദിവസവും വന്നത് നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളുടെ അമല് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ബഹുമാനപ്പെട്ടവർ, അത് അബ്ദുല്ലാഹി ഇബ്നു സലാം എന്നാണ് പറയപ്പെട്ടിരിക്കുന്നത്, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇത് നിങ്ങൾ കണ്ടത് തന്നെ, വേറെ അധികമായ കൂടുതലായ അമലുകളൊന്നുമില്ല. അങ്ങനെ വളരെ സങ്കോചത്തോടുകൂടെ ഇങ്ങനെ തിരിച്ചു പോകുമ്പോൾ തിരിച്ചു പോവുക. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ എൻ്റെ മനസ്സ് ഒരാളുടെ മേലിലുള്ള ഹില്ലും എന്താണ് അവരോടുള്ളതായ വിരോധം എൻ്റെ മനസ്സിൽ ഉണ്ടാകാറില്ല. അത് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കും. ഒരാളോടുള്ള വിരോധം എൻ്റെ മനസ്സിൽ ഉണ്ടാകാതിരിക്കണം എന്ന് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കും. പിന്നെ എനിക്കൊരു ആട് കിട്ടിപ്പോയോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താണ് അത് ഫറഹൻ നടത്താറില്ല. അള്ളാഹുവിൻ്റെ നിഅമത്തിന് ശുക്ർ ചെയ്യും. ഏതെങ്കിലും ഒരാട് ചത്തുപോയി, എന്നാൽ അള്ളാഹ് എൻ്റെ ആട് ചത്തുപോയി എന്ന് പറഞ്ഞ് അത് ദുഃഖിക്കുകയില്ല, തന്നവനെടുത്തു എന്ന് മാത്രമേ മനസ്സിലാക്കുകയുള്ളൂ. അപ്പോഴാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് അവർ പറയുന്നത്, അത് തന്നെയാണ് കാര്യം. അതാണ് ഈ മഹത്തായ മനസ്സിൻ്റെ ആ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ. മാഷാ അല്ലാഹ്, അത്
എൻ്റെ സമയം ഞാൻ അതിക്രമിച്ചു പോയിരിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. അതാണ് യഥാർത്ഥ തസവുഫിൻ്റെ ദൈനംദിന ജീവിതത്തിന് ഇത് മാതൃകയാക്കാനുള്ള ഒരു മഹത്തായ ഹദീസിൻ്റെ അർത്ഥമാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. റഹ്മാനായ റബ്ബ് മരിക്കുന്നത് വരേക്കും അവൻ്റെ ദീനിൻ്റെ ഖിദ്മത്തിലും ദഅവത്തിലും നിലനിർത്തി തരുമാറാവട്ടെ. അവൻ്റെ അതിനുള്ള ശേഷിയും ക്ഷേമശിയും തൗഫീഖും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. നാളെ അള്ളാഹുവിൻ്റെ ലിഖായിൽ മുത്തനബി മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അംബിയാ, മുർസലീങ്ങൾ, ഔലിയാക്കൾ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സാലിഹീങ്ങളോടൊപ്പം ഞങ്ങളെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. റഹ്മാനായ റബ്ബെ, നാളെ നിൻ്റെ ലിഖായിൽ അവരോടൊപ്പം ഞങ്ങളെയും ഞങ്ങളെ കുടുംബക്കാരെയും ഈ SKSSFൻ്റെ പ്രവർത്തകരെയും ഞങ്ങളെ സ്നേഹവലയങ്ങളെയും ഉൾപ്പെടുത്തണം റഹ്മാനെ. ബിജാഹി ഹബീബിക മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം وآله الأطهار وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين آمين. السلام عليكم.